ഓക്സിജൻ ലെവൽ കുറവാണ്. നമ്മൾ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാനേതാണ്ട് വെള്ളത്തിൽ മുങ്ങി. ശരിക്കും തന്നെ ശ്വാസം കിട്ടുന്നില്ലല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കുന്തം കുറച്ചക്രെല്ലാം എടുത്തിട്ടുണ്ട്. ബാറ്ററി എന്തെല്ലോ സംഭവമാണ്. കണ്ടു കഴിഞ്ഞാല് ബൊമ്പുണ്ടാക്കാൻ പോകുന്നതായിരിക്കും പറയായിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ സാരഥി ജിഷ്ണു ഇതാ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ നമ്മള് ലക്ഷ്യസ്ഥാനത്ത് ഏതാണ്ട് എത്താണ്ടായിട്ടുണ്ട്. ഓക്കെ. ചെറിയൊരു ഷോട്ടിൽ കിട്ടിയിട്ടുണ്ടാവണം പെരുതിന. അതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മിന്നായം പോലെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കിട്ടിയോ നോക്കാം. നമ്മളങ്ങനെ ഇതാ ഉൾവനത്തിലേക്ക് വലിയൊരു ഇറക്കാണ് ഇത്. അതുകൊണ്ട് കാലും കൈ ഓടിയോന്നില്ല, ഡൗട്ടില്ലാതില്ല. ചെറിയ കവുങ്ങുള്ള കൃഷിയെല്ലാം ഉണ്ട് ഇവിടെ. ആരെയാണോ പോയതല്ലോ നാലുപാടല്ലേ. നമ്മൾ ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്തോടെത്തി. ഇനി താഴേക്ക് ഓക്കെ അല്ലേ, വെറുതെ വണ്ടി കൊണ്ടുപോയി. അങ്ങനെ പവനായി എന്തായി. അപ്പൊ പ്രകൃതി രമണീയമായ സ്ഥലം അല്ലെങ്കിൽ രമണീയച്ചില്ല സ്ഥലം ഇതാണ് നമ്മളെ നാടിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞത്. നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും ഏതാണ്ട് ഇതുപോലെ തന്നെ കുന്നുമല അങ്ങനെ പറയാം. പക്ഷെ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു അല്ലെ ഈ ഒരു ഗ്രാമർ വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവില്ല. അപ്പം നമ്മൾ പണ്ട് ഇവിടെ വന്നതാണ് ഒരിക്കൽ. അപ്പം ഇതിന് താഴെയാണ് ഗുഹ. പണ്ട് ഇങ്ങനൊന്നും ഉണ്ടായിട്ടാ ഇത്. പണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റൂല കാടായിട്ട്. ഇപ്പൊ തെങ്ങും കങ്ങെല്ലാം വെച്ചോണ്ട് കിട്ടുവായി. ഈ ഉള്ളിലേക്കെല്ലാം വീടെല്ലാം വെച്ചിട്ട് പഴയ സെറ്റപ്പ് തന്നെ. നമ്മളെ ഗുഹാ ജീവിതത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ നമ്മളിതിന്റെ താഴേക്കാണ് പോകേണ്ടത്. അപ്പൊ നോക്കാം. പഴയ പോലെയൊക്കെ തന്നെ കാണാൻ. അപ്പൊ നമ്മളിങ്ങനെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാമറമാനും പുറകെ വരട്ടെ. ക്യാമറമാൻ പുറകെ വന്നോണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? അല്ല ഇനി ആരെങ്കിലും എന്നെ പിടിച്ചു ആരെങ്കിലും അല്ല, ഇത് വല്ല പാമ്പ കഴിച്ച് കത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയണ്ടേ. തോടാണ്. നേരത്തെ ഈ മഴക്കാലത്ത് മാത്രം വെള്ളം വരുന്ന തോടുന്ന ആ സാധനം തന്നെ. ഫുള്ള് പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അസിസ്റ്റന്റ് ക്യാമറമാൻ, മെയിൻ ക്യാമറമാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പണ്ട് കാലത്ത് സിനിമ കാണാൻ വന്നുകൊണ്ടിരുന്ന ഒരു വീടാണ് ഇത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടായിരുന്നു. മറ്റേ ആന്റിന മറ്റേ സെറ്റപ്പ് ഇല്ലേ, നമ്മളെ കുടയെല്ലാം വെച്ചിട്ടില്ല ഇങ്ങനെയില്ല സാധനം. ആ സാധനമില്ല വീടാണ് ഉണ്ടായത്. ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പം എല്ലാവരും എക്സ്പ്ലോറേഷന് ലോകം മുഴുവൻ ചുറ്റിയത്. നമ്മളെ ലോകം ഇതാണ്. അപ്പൊ നമ്മൾ ഇതിനുള്ളിലേക്കാണ് കിട്ടുന്നത്. കമോൺ ഗായ്സ്. ആ കാണുന്നത് ക്യാമറ കിട്ടുമെന്നറിയില്ല. നമ്മളെ മൊബൈൽ ക്യാമറ കൊണ്ട് അത്ര കിട്ടുമോ അറിയില്ല. ചെറിയ രീതിയിൽ കിട്ടുമായിരിക്കും. അങ്ങ് താഴെ എന്താ അതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷേ ക്യാമറാമാനോൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബലം നടക്കുമ്പോൾ. അപ്പോൾ നമ്മളേതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തി. അതാണ് ഗുഹ. ഇതാണ് നമ്മളെ സെറ്റപ്പ്. കഴിഞ്ഞ ദിവസത്തെ പോലെ കമ്പുമ്മ മറ്റേ എന്താ ക്യാമറ സെറ്റപ്പാക്കി. പിന്നെ എക്സ്ട്രാ ബൾബ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് കണക്കായിട്ടുള്ളൊരു ബാറ്ററി. പിന്നെ ചെറിയ സെറ്റപ്പാണ്. എങ്ങനെ എഫക്ട് ചെയ്യുന്ന അറിയില്ല. ക്യാമറയിലെ ലൈറ്റ് ഭയങ്കര ബ്ലറ് ആണ് നമുക്ക് പണി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്ട്രാ ലൈറ്റ് സെറ്റപ്പ് ആക്കിയത്. ഇതാണ് ചെറിയൊരു കോലിനകത്ത് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാക്കി എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് കയറിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറ എങ്ങനെ ഉണ്ടെന്നും നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അകത്തോട്ട് പോവാം. പച്ചത്തുള്ളനാ പാത്രത്തിന്റെ പിടിക്കൊണ്ടിരിക്കുന്നു. ക്യാമറമാനും ചാടണ്ടേ ഇതേപോലെ? സ്ഥലം നമ്മൾ ഏതാണ് ലക്ഷ്യത്തിന്റെ അടുത്തോട്ട് ഇതെല്ലാം വർക്ക് ചെയ്താൽ മതിയായിരുന്നു. ദൈവമേ ഇറങ്ങി. പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടാ. ഫുള്ള് മരവും അത് ഇതെല്ലാം വീണ്ടുണ്ട്. അപ്പുറത്തെ വഴി ഉണ്ടാനി. എന്താ ഇത് ഇതിലെ കൂടെ ഒരു കാര്യം ചെയ്യാം, കേറാം നമുക്ക്. മരക്കമ്പൊന്നും സഹായിക്കുന്നു തോന്നില്ലടാ. കയറേണ്ടി വരുമല്ലോ. ചെറുതായിട്ട് പണി പാളിയോന്നൊരു ഡൗട്ട് ഉണ്ട്. ഏതാണ്ട് ഒരു 1.5-2 മീറ്റർ ആഴമുണ്ട്. ഇതിലേക്ക് ഇപ്പൊ കമ്പനി വരെ കൂടെ ഇറങ്ങേണ്ടി വരും. സ്പൈഡർമാൻ അല്ലേ? അല്ലല്ലേ, ഏതോ മറ്റേ ഈ മരത്തിന് പേരെ കൂടെ പോകുന്ന സാധനത്തിന് എന്തോടാ മൗഗ്ലി പോകുന്ന പോലെ മരത്തിന് പേരെ കൂടെ ചാടി ഇറങ്ങുന്നതാകും. പക്ഷെ ഇറങ്ങാൻ ഈസി ആയിട്ട് പറ്റും. പക്ഷെ എങ്ങനെ കേറും തിരിച്ച്
കേറാം നമുക്ക്. വയറെങ്ങനെ വിളിക്കാനാ ഇവിടെ ഒന്നും റേഞ്ചും ഉണ്ടാവില്ലല്ലോ. നോക്കാം നമുക്ക്. വീണിടം വിഷ്ണു ലോകം അങ്ങനെ എന്തോ കേൾക്കണായിട്ട് ഏതായാലും ഇതിന്റെ ഉള്ളിൽ വീണിട്ട് വിഷ്ണു ലോകത്തെ പറയുന്നതിന്. അപ്പോൾ നമ്മളെ ക്യാമറാമാനോനെ ഉണ്ടാണ്ട് ചാടിക്കുത്തി ഇറങ്ങാൻ പോണെയാണെന്ന് തോന്നണു. എന്തോ സർക്കസ് കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. താഴെ പോയിട്ട് ആംബുലൻസ് വിളിക്കാമല്ലോ. ഇവിടെ തന്നെ ചിത്തലിട്ട് സമാധി ആക്കേണ്ടി വരുന്നാ തോന്നുന്നു. ഓയ് കെയർഫുൾ അങ്ങനെ ക്യാമറാമാൻ്റെ പാർക്കർ സ്റ്റണ്ടും കൊണ്ട് ചെങ്ങായി എന്തോ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 80% വിജയത്തിലേക്ക് എത്തി. അല്ല 50% വിജയത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ താഴെ എത്തി. ഇപ്പൊ ഇറങ്ങും. ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ താഴെ കൈ സൂക്ഷിച്ച്. ഓ മണ്ണിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല ക്യാമറമാൻ ഏതാണ്ട് താഴെ എത്തിയിരിക്കുകയാണ്. ഇല്ല ഒരു 80%. ഇനി 1/2 മീറ്ററും കൂടെ താഴേക്കുള്ളൂ. ഇപ്പം എത്തും. ഓ ക്യാമറമാനോ താഴെ എത്തിയിരിക്കുന്നു. ഞാൻ ചാടത്തില്ല. ഇതാണ് ഈ ഗുഹയുടെ വേറൊരു വ്യൂ ആണ്. നമ്മൾ ഇത്ര ഹൈറ്റ് ഉണ്ട്. ഈ ഒരു മരം കമ്പ് പൊട്ടി വീണ് ആ ഒരു ഈലെ കൂടെയാണ് അവൻ ഇപ്പോൾ ഇറങ്ങിയത്. ഏതാണ്ട് അവൻ താഴെ എത്തി. ഇത്ര ഹൈറ്റ് ഉണ്ട്. അവനെക്കാട്ടിയും നീ ഒരു 180 160 ഉണ്ടാവില്ലേ ഉയരം? സംതിങ് ഉണ്ടല്ലേ. ഓക്കെ 167 സെന്റിമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവനെ ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇനി ഞാൻ താഴെ എത്തട്ടെ. നോബിളിടെ എന്തെല്ലോ കാട്ടി കൂട്ടുന്നുണ്ട്. ഇറങ്ങി വാനോളെ. അയ്യോ ഇല്ല നീ നോക്ക്. അപ്പുറം പിടിച്ചിറങ്ങടാ. ആടെ പിടി ആടെ തന്നെ പിടിക്ക്. ഡേ ആ മുണ്ടൊന്നും അത്രോ അടിയിൽ വീഡിയോ നമ്മൾ ഏതാണ്ട് അതിന്റെ പല്ലു പോയായിരുന്നു. അമ്മച്ചി നമ്മളെ ഉള്ളിലെത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. വെള്ളം ഒഴുകി വരുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു 2-3 മീറ്റർ അകത്തേക്കുണ്ട്. 3 മീറ്റർ അല്ലല്ലേ, 5-8 മീറ്റർ അകത്തേക്കുണ്ട്. അങ്ങോട്ട് കേറുമാരാട്ടാ. അങ്ങോട്ട് കേറ്. അപ്പൊ പിന്നെ അതിനുള്ളിലേക്ക് ചാടിത്തോണ്ടി പോയി ഒരിത്തിരി തെയ്യക്കുറവുണ്ട്. എന്നാലും നമ്മൾ അതിനുള്ളിലേക്ക് പോവുകയാണ്. ക്യാമറാമാനും രണ്ടും കൽപ്പിച്ച് അതോട്ട് പറന്ന് കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഡു ഓർ ഡൈ കോമ്പിനേഷൻ നടത്തുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ബാക്കിയുണ്ടാവും. ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറില്ല? മിലിറ്ററി കാർ ആവേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഉള്ളൊരു ലോകം ഉണ്ട് കേട്ടോ അവിടെ. ഇതിന്റെ ഉള്ളിൽ വലിയൊരു ലോകം ഉണ്ട്. നമ്മൾ പണ്ട് കയറിയതല്ലേ അതിന്റെ ഉള്ളല്ലേ? എങ്ങനെയാണോ അതിന്റെ നമ്മൾ കയറിയത്? ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടാ. ഭയം. എന്റെ ദേവി. തവളെ പട്ടിത്തവളെ പേടിപ്പിക്കില്ല. ജോള് വരുന്നില്ല. ഗൈസ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്വാസം കിട്ടുന്നില്ല. കഥപ്പുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടാണ് പോകണ്ട്. കണ്ട മണ്ണലിടിഞ്ഞിട്ട് ഫുള്ള് സീനായിട്ടില്ല.
എന്നൊക്കെ പറയാവുന്ന സംഭവം നമ്മുടെ സിസ്റ്റം ക്യാമറ ആ ഒരു സാധനം നമ്മളെ ഇതിൻ്റെ ഉള്ളില് രണ്ടാൾക്ക് വരെ ശ്വാസം കിട്ടൂല. കിട്ടും, നീ കയറി വരുവാ. പോയാ ഏത് ക്യാമറ ബർത്ത്ഡേ കാഴ്ചയിലുള്ളിൽ വലിയൊരു ലോകമുണ്ട്. ലോകം ചെറിയ ലോകമൊന്നുമല്ല, വലിയൊരു ലോകം ഇതിനുള്ളുണ്ട്. വാവ്, അൺബിലീവബിൾ. നമ്മളെ സത്യം പറഞ്ഞാല് അമ്മോ എത്തി കര. പിന്നെ വവ്വാല് കണ്ട, നമ്മളെ ചെറിയ വവ്വാല് ഇതാണ്ട വവ്വാൽ കുട്ടാ, ശരിക്കും ഡ്രാക്കുള എന്നതാടാ വവ്വാലിന്റെ കളി ഗൈസ്. നമ്മളെ എവിടെടാ നീ? ഇത് കേറി വേണ ചെറ്റേ, എന്നോട് ഒറ്റക്കാക്കലടാ. നീ എങ്ങനെയൊന്ന് ഒന്ന് കേറി വാ. ഓ മൈ ഗോഡ്. എടാ ആ വയർ ക്യാമറയിൽ ഉപേക്ഷിച്ചോ? അതിൽ ഉപേക്ഷിച്ച് വാടേ. എന്റെ ഫോണാടാ അച്ഛേ എന്നാ. ഇനി ആയി ഗൈസ്, ആടാ നടന്നു പോണത് സ്ഥലമുണ്ട് കേട്ടാ. ഫയർ ക്യാമറ. ഓ എടാ ഇനിയുള്ള ഗുഹേന്റെ കളിയാടാ. ഓ ഇതമേ ഒരു മുഖം. പാവം എടാ, ഇതെന്താ ഡ്രാക്കുള കോട്ടയാ? ഓ ഭഗവാലി, ഡ്രാക്കുള കോട്ടടാ. ആക്രമണ ഭഗവാൻ ആക്രമിക്കുന്നതാ. ഭഗവാന് ചെറിയ ഭഗവാൻ ആക്രമിക്കുന്നത്. ഓ ആയിക്കോട്ടെ, ഇവിടെ നല്ല ശ്വാസമുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ശരിക്കും കയറിയില്ല. അതുപോലെ കണ്ട പാട്ടാ വരും ഒക്കെ ഒരു ഡ്രാക്കോട്ടെ നേരി. ഏകദേശം കൊതിയില്ലൊരു അരി ഇന്നുള്ളിൽ കയറാൻ ഞാൻ ഓ അതെ. നമുക്കെന്തായാലും തിരിച്ചു പോവാം അല്ലേ. കഴിഞ്ഞ് ഇതിൻ്റെ എൻഡായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാറുന്നുണ്ട്. ഇവിടെ വയർക്കിയ കേൾക്കാൻ വാനുണ്ട്. വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്ന വഴി ഞാൻ കാണിച്ചു തരാം. ക്യാമറ വൻ ഇങ്ങോട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാറുണ്ട്. ഓ ഇതൊന്നും വഴിയില്ലല്ലേട്ടാ. വിശ്വസിച്ചുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നീ പഠിക്കണ്ട. നീ എന്തോ എടുത്തായി ഞങ്ങളുടെ പ്രാമൊക്കെ ശരിക്കും ശ്വാസം കിട്ടുന്നില്ലല്ലേ? നീ ആ വഴി വല്ലാത്തൊരു വഴി കേട്ടാ. പറ. അപ്പം ഓക്സിജൻ ലെവൽ ഇപ്പൊ സ്റ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളേതാണ്ട് അവനേതാണ്ട് എല്ലാ സ്ഥലത്തും എത്തി. എനിക്കതുപോലെ തടി കൊണ്ടാന്ന് തോന്നുന്നു കൊണ്ട് കയറാൻ പറ്റത്തില്ല. നമ്മളെ വയർ ക്യാമറ ഏതാണ്ടിരിക്കണം, എല്ലാം പൊട്ടി ഒടിഞ്ഞ് പണ്ടാരടങ്ങി തോന്നുന്നു. അപ്പൊ
സൈൻ ഔട്ട് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ആവുന്നറിയില്ല. എന്തായാലും പുറത്തെത്തിയ സൈൻ ഔട്ട് പറയാ. അങ്ങനെ പുറത്തെത്തിയിട്ടെങ്കിൽ ഇനി ആരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടിട്ട് ഒരു സൈൻ ഔട്ട്. എങ്ങനെ തിരിച്ചു പോകാന്നറിയില്ല. ഈ സ്കില്ല് കൊണ്ട് നമ്മൾ ആർമി പോയാൽ നമ്മളെ എത്രയും പെട്ടെന്ന് ഇടും കേട്ടാ. ഈ വീഡിയോ പുറത്തിറങ്ങിയാൽ മതി, ആർമിക്കാരെല്ലാം നമ്മളൊന്ന് കൊത്തിയിട്ടു. ഇതിലെല്ലാം ആർമിക്കാർ വരെ പണിപെടും. അവർക്ക് ഇങ്ങനത്തെ സ്ഥലത്തിൽ കൂടെ ഇല്ലട്ടാ, പേടിയില്ല, ആരും ഉള്ളിൽ കയറില്ലട്ടാ. പുറത്തിറങ്ങി വെള്ളമാണ് കഴിച്ചു. വെള്ളം പുറത്തിറങ്ങടാ ചേട്ടെ, നീ വെള്ളം കാണിച്ചോണ്ടിരിക്കല്ല. എന്റെ ഫോൺ കൊടുത്തു. എടാ നേരെ റിവേഴ്സ് അടിക്ക്, തിരിയല്ല റിവേഴ്സ് അടിക്ക്, റിവേഴ്സ് പോ. മിക്കാറ് ഇപ്പൊ എടാ ഡ്രാക്കുള കോട്ട കേട്ടാ അതിന്റെ ഉള്ളിൽ. നീ വിശ്വസിച്ച് ഞാൻ കാണിച്ചു തരാം. ആളിന്റെ കളിയാ. ക്യാമറ കൂട്ടി കൊണ്ടുവരാൻ അച്ഛൻ വീട്ടിലേ ഒരു വാഴക്ക് കുഴി എടുക്കാൻ പറഞ്ഞാലേ എടുക്കാത്ത അമ്മയാണ്. ഉണ്ടെല്ലാം പറഞ്ഞു പോയി. ഈശ്വര, അവിടെ ഒരു ലോകം കാണുന്നുണ്ട് കേട്ടോ. എടാ നീ എന്തുവാടേ കളിക്കുന്നത്? ഒന്ന് ഇഴഞ്ഞു പോടേ. പെഷമ്പേരട്ടോ, പെഷമ്പേര്. ക്യാമറ മൊത്തം കഴിഞ്ഞോ. ഇപ്പഴും വീട്ടിലുണ്ടോ വീഡിയോ? ഞാൻ ബാക്കോട്ടിൽ വിഷ്വൽസ് കാണിച്ചു തരട്ടെ. ഇതാണ് നമ്മൾ ഇറങ്ങി കയറിപ്പോയ വഴികൾ. എടാ നീ എന്നാണ് ഒരുമാതിരി കൊച്ചീരിന്റെ കളിയിരിക്കുന്നത്? ഇറങ്ങി പോടാ ചെത്തേ. മുണ്ടേ അടങ്ങിയിരിക്കുമുണ്ടേ, ആവശ്യമില്ല സമയത്ത് പറഞ്ഞു. അച്ഛന്റെ മലയാളാനായിട്ട് മുന്നിറങ്ങിക്കോളും. എക്സ്പ്ലോറേഷൻ കുറച്ച് കൂടിപ്പോയോ? ഇറങ്ങി പോടാ ചേട്ടെ. മുടിച്ചു കളക്കണ്ട്. എന്റെ പൈസ, എന്റെ 200 രൂപ എല്ലാം വെള്ളത്തിലുണ്ട്. പാവം വയർ ക്യാമറ നോക്കി ഒരു ഉപകാരമില്ല. എന്തിനിങ്ങനെ ഒരു സാധനം? വേറെ ലോകം ഉണ്ടായില്ലേ? അതിന്റെ ഉള്ളിലേക്ക് വേറെ ലോകം കൊണ്ടാ, പരലോകത്തേക്ക്. വേറെ ലോകം കാണുന്നു. പോടാ ചേട്ടാ. ഓക്സിജൻ ഉണ്ട്. നീ കയറി വരാൻ വേണ്ടി പറഞ്ഞാലോ ഓക്സിജൻ ഉണ്ട്. അങ്ങനെ എന്തോ ശവം. അപ്പൊ നമ്മള് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു സർക്കസ് ആണ് ഇപ്പൊ കാണിച്ചത്. അങ്ങനെ ആരും ട്രൈ ചെയ്യാൻ പാടില്ല. കാര്യം ഈ മണ്ണെല്ലാം ഇടിഞ്ഞു കഴിഞ്ഞാൽ ഗുഹയ്ക്കുള്ളിൽ ഏറ്റവും വലിയ റിസ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മണ്ണിടിയോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഒരു തെളിവ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കുഴിച്ചെടുത്ത് കിട്ടിയാൽ നമ്മൾ ബാക്കിയുണ്ടെന്നുള്ള തെളിവായി. അപ്പൊ ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സും അതേപോലെ ലൈക്ക്, ഷെയർ തുടങ്ങിയ സംഭവങ്ങളാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ. പക്ഷെ നമ്മള് ഈ ഗുഹയിൽ കയറാൻ കയറുന്ന പറഞ്ഞാൽ നമ്മ ചെറുപ്പത്തിലേ ഇതിൽ കയറിയിട്ട് നിന്നാണ്. അതുകൊണ്ടാണ്, അല്ലാണ്ട് പെട്ടെന്നൊരു ഗുഹ കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ കയറാമെന്നായിരുന്നു. വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഫസ്റ്റ് കയറിയിട്ടുള്ളതാണ് ഇതിന്റെ ഉള്ളിൽ. അത് മാത്രമല്ല ഇതിലേക്കുള്ള ഒരു ചെറിയ വഴിയും ഞങ്ങൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. 5 വർഷം എന്നല്ല, മിനിമം ഒരു 5 വർഷം അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടായിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിൽ ഫസ്റ്റ് കയറിയിട്ടുള്ളതാണ്. അപ്പം ഇതിന് റിസ്ക് ആയിരുന്നു. അത് മാത്രമല്ല നമ്മള് ടൂൾസ് ഒക്കെ കൊണ്ടുപോയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ തുളച്ചിട്ടാണ് കയറിയത്. അപ്പം അതാണ് നമ്മളെ ഈ രണ്ടാമതിലേക്ക് കയറാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത്. അപ്പൊ ഏതായാലും നിങ്ങൾ ആരും ട്രൈ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്.